ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു നിമിഷമായിരുന്നു അത്. ഖത്തർ മാൾ വിസിറ്റ് ചെയ്യാൻ പോയ ഒരു നിമിഷം. പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഖത്തർ മാൾ വിസിറ്റ് ചെയ്യാൻ പോയത് എൻ്റെ വളരെ അവിചാരിതമായി, ഞാൻ പ്രതീക്ഷിക്കാത്തൊരവസ്ഥയിൽ എൻ്റെ ഉമ്മയുടെ അനിയത്തി അഥവാ എൻ്റെ കുഞ്ഞുമ്മാൻ്റെ മക്കൾ അവിടെ എനിക്ക് കണ്ടുമുട്ടാൻ സാധിച്ചു. അവരവിടെ, ഞാനവിടെ ഫിഫേൻ്റെ ഭാഗമായിട്ട് പോയി. അതിനിടയിൽ രണ്ട് എൻ്റെ ഇത്താത്തമാർ വന്നു. ഞങ്ങളങ്ങനെ ഖത്തർ മാളിൽ പോയി. അവിടെ നിന്ന് എല്ലാം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഫുൾ എക്സ്പ്ലോർ ചെയ്ത്, അവിടെ ഫിഫേൻ്റെ ഭാഗമായതുകൊണ്ട് മാളിൻ്റെ ഉള്ളിൽ ഫിഫേക്ക് വേണ്ടി ഒരു സ്ക്രീന് സ്പെഷ്യലായിട്ട് വെക്കുകയും അവിടെ അതിന് വേണ്ടി സജ്ജീകരിക്കുകയും ചെയ്തിരുന്നു. ഫുൾ ഫിഫയുമായി ബന്ധപ്പെട്ട് മാളുകളെല്ലാം സജ്ജീകരിക്കപ്പെട്ടു. എല്ലാം ഒരു ഇടതടവില്ലാതെ എല്ലാം. മെട്രോയിലാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. ഖത്തർ മാൾ പോയി കഴിഞ്ഞാൽ പിന്നെ ലുലു മാളാണ് വിസിറ്റ് ചെയ്തത്. ലുലു മാൾ, ഖത്തറിലെ ലുലു മാൾ ഇങ്ങനെയാണ് കേട്ടോ. ലുലു ഹൈപ്പർ മാർക്കറ്റ് തന്നെ ഇതിൽ അൽ മദ്ഖൽ എന്നാണ് അറബിയിൽ എഴുതിയിട്ടുള്ളത്. എൻട്രൻസ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ ലുലു മാളിൽ പോയി. അപ്പോൾ ലുലു മാളിൽ പോകുമ്പോൾ ഞാൻ ഇക്കാൻ്റെ മക്കളൊക്കെ കൂടെ കൂട്ടിയിട്ട് ഞാൻ പോയി. പ്രധാന ഉദ്ദേശം എന്തായാലും നാട്ടിലേക്ക് തിരിച്ചു വരാനായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എല്ലായിടത്തും വിസിറ്റ് ചെയ്യുകയാണല്ലോ. അപ്പോൾ പിന്നെ എന്ത് ചെയ്തു, നേരെ പോയിട്ട് പിന്നെ നേരെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് മക്കൾക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എന്ത് ചെയ്തത്, ലുലു മാളിലേക്ക് പോയത് കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാരവിടെ കണ്ടു. എല്ലാവരും ഇങ്ങനെ എൻട്രൻസ് ഇങ്ങനെ അവിടെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ കാറുകൾ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡലുകൾ. അവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഖത്തർ ലുലു മാളിൽ നമ്മൾ പുറത്ത് പോകുമ്പോൾ അവിടെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങുന്ന കാറുകളുടെ ഒക്കെ മോഡലുകൾ, ഡൈകാസ്റ്റ് മോഡലുകൾ അവിടെ ലൈവായിട്ട് എത്തുന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കുറേ മോഡലുകൾ, വ്യത്യസ്തങ്ങളായിട്ടുള്ള കാറിൻ്റെ മോഡലുകളെല്ലാം കണ്ടു. ജീപ്പും ക്രൂസറും അങ്ങനെ എല്ലാ സാധനം, DHL അങ്ങനെ എല്ലാത്തിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മോഡലുകൾ ഞങ്ങൾ അവിടെ കണ്ട് കാറിനൊക്കെ ഫുള്ള് ആസ്വദിച്ച്. അവർക്കാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവർ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതാണെങ്കിൽ കൂടി ഞാനും ഇവിടെ ചെന്നപ്പോൾ അവരുടെ ആഹ്ലാദം വർദ്ധിച്ചു. അന്നൊക്കെ എൻ്റെ കോലം നോക്കി എന്തവസ്ഥ. ഇപ്പോഴും വലിയ ഇതൊന്നുമില്ല, എന്നാലും പിന്നെ ഇവരെ തിരിച്ച് പോവുക. ഇവരുടെ നിന്നിരുന്ന റൂമിൻ്റെ അടുത്ത് തന്നെ ഒരു ബി സ്ക്വയർ മാൾ എന്ന് പറഞ്ഞിട്ടൊരു മാളുണ്ടായിരുന്നു. ഖത്തറിലുള്ളവർക്ക് അറിയാം. ബി സ്ക്വയർ മാള് പെട്ടെന്നൊരിക്കൽ അടച്ചു പൂട്ടേണ്ടി വന്നു. കോവിഡിൻ്റെ സമയത്ത് അത് അടച്ചു പൂട്ടപ്പെടുകയും പിന്നീട് ആളുകൾ വരാതെ വളരെ ഒറ്റപ്പെട്ടു പോയൊരു സന്ദർഭമായിരുന്നു. ബി സ്ക്വയർ മാളിന് ഞാൻ പോയ സന്ദർഭത്തിൽ അവിടെ ഞാൻ ചോദിച്ചത്, ഇവിടെ എന്താ ബി സ്ക്വയർ മാളിൽ എന്താ ഒരാളില്ലല്ലോ എന്നുള്ള രീതിയിലാണ് ചോദിച്ചത്. പക്ഷേ ബി സ്ക്വയർ മാൾ നന്നായിട്ട് ആളുകൾ വരികയും തിങ്ങി നിറഞ്ഞ് ഇന്നൊരു മാളിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ കോവിഡ് ബാധിച്ചപ്പോൾ അത് മൊത്തത്തിൽ പൂട്ടിപ്പോയി. സാധനങ്ങളൊക്കെ വാങ്ങാൻ വരുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു. പിന്നെ ആൾക്കാർ മൊത്തത്തിൽ ഇതായി. ലുലു മാളിൽ പക്ഷേ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കാറുകളെല്ലാം ഞങ്ങൾ നോക്കി. അതിൽ ഞാൻ കുറച്ച് കാറുകൾ നാട്ടിലേക്ക് മകന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാറൊക്കെ വാങ്ങി. അപ്പം അതിൻ്റെ കുറച്ച് വീഡിയോ വേഗം പിന്നെ എടുത്ത് വെച്ചെന്ന് മാത്രമല്ല. ഓരോ കാറും മോന് ഏത് വേണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ കാറിൻ്റെ ബാക്ക് ഇതെല്ലാം കാണിച്ചു കൊടുത്ത് വീഡിയോ എടുത്തിട്ട് അയച്ചു കൊടുത്തതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് വേണോ വൈറ്റ് വേണോ ബ്ലൂ വേണോ എന്നൊക്കെ ചോദിച്ചിട്ട് വാട്സപ്പിൽ അയച്ചു കൊടുത്താണ്. നമുക്ക് അവിടെ നിന്ന് കോൾ ചെയ്യുമ്പോൾ VPN ഉപയോഗിക്കണം എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാലോ. അപ്പം അങ്ങനെ ഒരു മാളുകൾ വിസിറ്റ് ചെയ്ത സന്ദർഭങ്ങൾ കൃത്യമായിട്ട് ഇങ്ങനെ ആലോചിച്ച് പോവുകയാണ്.